ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ പോളിഫേസ് സർക്യൂട്ട്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ മൊഡ്യൂളുകൾ നമ്മൾ സിംഗിൾ ഫേസ് എ സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. സിംഗിൾ ഫേസ് എ സിൻ്റെ ജനറേഷൻ, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, അതിൻ്റെ കമ്പോണൻസ്, അത് ഓരോ കമ്പോണൻസും ഓരോ സർക്യൂട്ടിൽ വരുന്ന സമയത്തുള്ള എഫക്ട്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. പിന്നെ ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ഫേസ് സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ 3 ഫേസ് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പോളിഫേസ് സർക്യൂട്ട്സിൽ പോളിഫേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പോളിഫേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരു സിംഗിൾ ഫേസ് സിസ്റ്റം പറയുന്ന സമയത്ത്, അതിൻ്റെ ജനറേഷൻ പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു, അവിടെ ഒരു സിംഗിൾ ആർമേച്ചർ വൈൻഡിങ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ആ ഒരു സിംഗിൾ ആർമേച്ചർ വൈൻഡിങ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സിംഗിൾ ഫേസിലുള്ള എ സി സപ്ലൈ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെയുള്ള ആർമേച്ചർ വൈൻഡിങ്ങിൻ്റെ നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞു എന്നരുതാം. അപ്പോൾ നമ്മൾ സിംഗിൾ വൈൻഡിങ് ഉള്ളത് എന്ത് ചെയ്തു, നമ്മൾ അത് ഒന്നിൻ്റെ പകരം ഒരുപാട് ആർമേച്ചർ വൈൻഡിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ ആർമേച്ചർ വൈൻഡിങ് ഉപയോഗിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് അത്രത്തോളം എണ്ണം എന്ത് ചെയ്യും, നമുക്ക് നമ്പർ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എന്ത് കിട്ടും. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ 2 ആർമേച്ചർ വൈൻഡിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് 2 ആർമേച്ചർ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഇനി നമ്മൾ 3 ആർമേച്ചർ വൈൻഡിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്ത് കിട്ടും, 3 ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. നമ്മൾ 4 ആർമേച്ചർ വൈൻഡിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 4 ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തെ നമ്മൾ പറയുന്ന പേരാണ് പോളിഫേസ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ പോളിഫേസ് സിസ്റ്റത്തിൽ നമ്മൾ ആർമേച്ചർ വൈൻഡിങ് ഒന്നിലധികം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വൈൻഡിങ്ങും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരു വൈൻഡിങ്ങും അടുത്ത വൈൻഡിങ്ങും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കണം, ഈക്വൽ ആംഗിൾ ആയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തെ നമ്മൾ പോളിഫേസ് സിസ്റ്റം എന്ന് പറയും. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് 3 ഫേസ് സിസ്റ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ 3 ഫേസ് സിസ്റ്റത്തിൽ ഏറ്റവും എ സിയിൽ ഇപ്പോൾ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന സിംഗിൾ ഫേസ് സിസ്റ്റം അതേപോലെ 3 ഫേസ് സിസ്റ്റം ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് തന്നെയാണ് 3 ഫേസ് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഒരു 3 ഫേസ് സിസ്റ്റത്തിൽ, അതായത് 3 ഫേസ് ആൾട്ടർനേറ്ററിൽ 3 ആർമേച്ചർ വൈൻഡിങ് ഉണ്ടാകും. ഓരോ വൈൻഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 3 ഫേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫേസ് 1ഉം 2ഉം തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 120 ഡിഗ്രി ആയിരിക്കും. 2ഉം 3ഉം തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ഏത് 2 ഫേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതും തമ്മിലുള്ള ആംഗിൾ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ നമ്മൾ 3 വൈൻഡിങ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ 3 ഫേസ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതാണ് പോളിഫേസ് സിസ്റ്റത്തിൻ്റെ ബേസിക് ഐഡിയ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ജനറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ജനറേഷൻ ഓഫ് 3 ഫേസ് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 3 കോയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോയിൽ ഫിഗറിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇത് കോയിൽ എ ആണ്, ഇത് കോയിൽ ബി ആണ്, ഇത് കോയിൽ സി ആണെന്ന് കരുതാം. അപ്പോൾ ഈ 3 കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്താണ് വെച്ചിട്ടുള്ളത്. ഒരു കോയിലും അടുത്ത കോയിലും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ ഒരു കോയിലും അടുത്ത കോയിലും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഫിഗറിനെ ഇങ്ങനെ മാറ്റി വരച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇത് കോയിൽ എ, ഇത് കോയിൽ ബി, ഇത് കോയിൽ സി ആണെങ്കിൽ എ ബി സി ആണെങ്കിൽ എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് 120 ഡിഗ്രി, ബിയും സിയും തമ്മിലുള്ള ഡിഫറൻസ് 120 ഡിഗ്രി, എയും സിയും തമ്മിലുള്ള ഡിഫറൻസ് 120 ഡിഗ്രി. അപ്പോൾ അങ്ങനെ 3 കോയിലും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയാണ്. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിവിടെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്യണമെന്ന് കരുതാം. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എ ഒരു ബേസ് ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം എ എന്നുള്ള കോയിൽ എന്ത് ചെയ്യും, മാക്സിമത്തിലെത്തും. അപ്പോൾ അങ്ങനെ എ എന്നുള്ള കോയിൽ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു മാക്സിമം EMF എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ശേഷം പിന്നെ ബി എന്നുള്ള കോയിൽ എന്ത് ചെയ്യും, മാക്സിമം വാല്യൂവിലെത്തും. അത് ബി എന്നുള്ള കോയിൽ എ എന്നുള്ള കോയിലെത്തി, അതിന് മാക്സിമത്തിലെത്തിയ ശേഷം പിന്നെ 120 ഡിഗ്രി കഴിയുന്ന സമയത്തായിരിക്കും ബി എന്നുള്ള കോയിൽ മാക്സിമം വാല്യൂവിലെത്തിയിട്ടുണ്ടാകാം. അതിനുശേഷം സി എന്നുള്ള കോയിൽ എന്ത് ചെയ്യും, മാക്സിമം വാല്യൂവിലെത്തും. അപ്പോൾ ബി എന്നുള്ള കോയിലെത്തി, അതിൻ്റെ ശേഷം 120 ഡിഗ്രിക്ക് ശേഷം എന്ത് ചെയ്തു, സി എന്നുള്ള കോയിൽ മാക്സിമത്തിലെത്തി. അതായത് ഈ ബിക്ക് ശേഷം 120 ഡിഗ്രിയും എന്നാൽ എക്ക് ശേഷം നോക്കുകയാണെങ്കിൽ 240 ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ സി എന്നുള്ള കോയിൽ മാക്സിമത്തിലെത്തി.
അങ്ങനെ ആദ്യം എ മാക്സിമത്തിലെത്തി, പിന്നെ ബി മാക്സിമത്തിലെത്തി, അങ്ങനെ സിയും മാക്സിമത്തിലെത്തി. അപ്പോൾ അവിടെ നമുക്ക് ഒരു 3 EMF അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് അവിടെ ഇൻഡ്യൂസ് ചെയ്തതിന് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതേപോലെ ആ ഒരു EMF എന്ന് പറഞ്ഞാൽ ഒരു കോയിലും അടുത്ത, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസ് ചെയ്ത ഒരു EMFും അടുത്ത EMFും തമ്മിൽ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാകും. അതേപോലെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF എന്തായിരിക്കും, സെയിം മാഗ്നിറ്റ്യൂഡും അതേപോലെ സെയിം ഫ്രീക്വൻസി ആയിരിക്കും. എന്നാൽ അവിടെ ഉണ്ടാകുന്ന 3 EMFും തമ്മിൽ എന്തുണ്ടാകും, 120 ഡിഗ്രി ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഫിഗർ താഴെയുള്ള അതിൻ്റെ ഔട്ട്പുട്ട് ഫിഗർ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഔട്ട്പുട്ട് ഫിഗർ ശ്രദ്ധിച്ചാൽ ഇത് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഫിഗറിൽ ആദ്യം ഫേസ് എ, അപ്പോൾ കോയിൽ എ എന്ത് ചെയ്തു, കോയിൽ എ മാക്സിമത്തിലെത്തി. അതിന് ശേഷം പിന്നെ കോയിൽ ബി, അതായത് ഫേസ് ബി മാക്സിമത്തിലെത്തി. പിന്നെ അതിന് ശേഷം കോയിൽ സി എന്ത് ചെയ്തു, മാക്സിമത്തിലെത്തി. അങ്ങനെ 3 ഫേസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പോൾ ഈ ഒരു ഒന്നുകൂടി നമ്മൾ ഇതിൻ്റെ ഫിഗർ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണാം, ഇതിൽ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടാവും. 3 ഫേസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഓരോ കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, സെപ്പറേറ്റ് കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. റെഡ് എന്നുള്ള ഒരു ഫേസ് ഉണ്ട്, അതേപോലെ വി എന്നുള്ളൊരു ഫേസ് ഉണ്ട്, അതേപോലെ വൈ എന്നുള്ളൊരു ഫേസ് ഉണ്ട്, പിന്നെ അതേപോലെ ബി എന്നുള്ളൊരു ഫേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ 3 കളറിൽ, യെല്ലോ കളറിലും ബ്ലൂ കളറിലും റെഡ് കളറിലായിട്ട് 3 ഫേസ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റ് ചെയ്തത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫേസ് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ഫേസ് ഉണ്ടാകുന്നത് അത് കഴിഞ്ഞിട്ട് 120 ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞാൽ 120 ഡിഗ്രി, അതായത് 240 ഡിഗ്രി എത്തുന്ന സമയത്ത്, 120ക്ക് ശേഷം പിന്നെ 120 കഴിയുന്ന സമയത്ത് മൂന്നാമത്തെ ഫേസ് എന്ത് ചെയ്തു, ഉണ്ടായി. അപ്പോൾ ഇതാണ് ഒരു 3 ഫേസ് സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവാം. ഇതാണ് ബേസിക്കലി ഒരു 3 ഫേസ് ജനറേറ്ററിൻ്റെ അല്ലെങ്കിൽ 3 ഫേസ് ജനറേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഐഡിയ, ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന് ജസ്റ്റ് നോട്ട് നോക്കാം. ഫിഗർ ഷോസ് 3 ആർമേച്ചർ കോയിൽസ് എ ബി സി ഡിസ്പ്ലേസ്ഡ് 120 ഡിഗ്രി അപ്പാർട്ട് ഫ്രം വൺ അനദർ. അതായത് നമ്മളെ ഫിഗറിൽ 3 ആർമേച്ചർ കോയിലുണ്ട്, എ ബി സി എന്നുള്ള 3 ആർമേച്ചർ കോയിലുണ്ട്. ഓരോന്നും തമ്മിൽ 120 ഡിഗ്രി ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. If it rotating in clockwise direction, the EMF induced in the coil A is maximum at first. നമ്മൾ ഈ ഒരു കോയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോയിൽ എയിലുണ്ടാകുന്ന EMF ഇൻഡ്യൂസ് എന്ത് ചെയ്യും, ഈ EMF ഇൻഡ്യൂസ് കോയിൽ എയിലുണ്ടാകുന്ന EMF എന്ത് ചെയ്യും, ആദ്യം മാക്സിമത്തിലെത്തും. ദെൻ EMF ഇൻഡ്യൂസ് ഇൻ ദ കോയിൽ ബി റീച്ചസ് ഇറ്റ് ഇസ് മാക്സിമം വാല്യൂ. പിന്നെ കോയിൽ ബിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ത് ചെയ്യും, മാക്സിമത്തിലെത്തും. വാല്യൂ 120 ഡിഗ്രി ലേറ്റർ ദാൻ ദ മാക്സിമം വാല്യൂ ഓഫ് ഇൻ ദ കോയിൽ എ. അപ്പോൾ എ മാക്സിമത്തിലെത്തിയ ശേഷം 120 ഡിഗ്രി കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും, ബി എന്നുള്ള കോയിൽ മാക്സിമത്തിലെത്തും. സിമിലർലി EMF ഇൻഡ്യൂസ് ഇൻ കോയിൽ സി വുഡ് റീച്ച് മാക്സിമം 120 ഡിഗ്രി ലേറ്റർ ദാൻ കോയിൽ ബി. അതുപോലെ കോയിൽ സി മാക്സിമത്തിലെത്തിയപ്പോൾ ബി മാക്സിമത്തിലെത്തി 120 ഡിഗ്രി കഴിയുന്ന സമയത്ത് സി എന്നുള്ള കോയിൽ എന്ത് ചെയ്യും, മാക്സിമത്തിലെത്തും. എന്നാൽ അത് എയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എ മാക്സിമത്തിലെത്തിയ ശേഷം 240 ഡിഗ്രി കഴിഞ്ഞാലായിരിക്കും പിന്നെ കോയിൽ സി മാക്സിമത്തിലെത്തിയിട്ടുണ്ടാവുക. ദസ് ദ കോയിൽ ഹാവ് 3 EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദം വിച്ച് ഹാസ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി ബട്ട് ദ 3 EMF വിൽ ബി ഡിസ്പ്ലേസ്ഡ് ഫ്രം വൺ അനദർ ബൈ 120 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഈ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള EMF എന്ന് പറഞ്ഞാൽ 3 കോയിലും ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള EMF എന്ന് പറഞ്ഞാൽ സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, അതേപോലെ സെയിം ഫ്രീക്വൻസി ആയിരിക്കും. എന്നാൽ ഓരോ EMFും തമ്മിൽ 120 ഡിഗ്രി തമ്മിൽ എന്തുണ്ടാകും, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും. ഇതാണ് നമുക്ക് ജനറേഷൻ ഓഫ് 3 ഫേസ് വോൾട്ടേജിൻ്റെ ബേസിക് ആയിട്ടുള്ള നോട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ EMF ഇക്വേഷൻ നോക്കാം. E എന്ന് പറഞ്ഞാൽ EM സൈൻ ഒമേഗ ടി ആണെന്നുണ്ടെങ്കിൽ EB എന്ന് പറഞ്ഞാൽ കോയിൽ ബിയിലുണ്ടായിട്ടുള്ള EMF എന്ന് പറഞ്ഞാൽ EM സൈൻ ഒമേഗ ടി മൈനസ് 120 ഡിഗ്രി ആയിരിക്കും. കാരണം എ എന്നുള്ള കോയിൽ ബിയിൽ നിന്നുള്ള കോയിലും തമ്മിൽ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ EM സൈൻ ഒമേഗ ടി ആണെന്നുണ്ടെങ്കിൽ EB EM സൈൻ ഒമേഗ ടി മൈനസ് 120 ഡിഗ്രി ആയിരിക്കും. EC എന്ന് പറഞ്ഞാൽ EM സൈൻ ഒമേഗ ടി മൈനസ് 240 ആയിരിക്കും. എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിക്ക് 240 ഡിഗ്രീൻ്റെ ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ EM സൈൻ ഒമേഗ ടി മൈനസ് 240 ഡിഗ്രി എന്ന് അവിടെ വന്നു. ഈ രീതിയിലാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് വരുന്നുണ്ടാവാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഫേസ് സീക്വൻസ് അല്ലെങ്കിൽ ഫേസ് ഓർഡർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഫേസ് സീക്വൻസിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ഫേസ് സീക്വൻസ് ഇസ് ദ ഓർഡർ ഇൻ വിച്ച് ദ വോൾട്ടേജ് ഇൻ 3 phases ഓഫ് എൻ ആൾട്ടർനേറ്റർ റീച്ചസ് ദെയർ മാക്സിമം പോസിറ്റീവ് വാല്യൂ ഈസ് കോൾഡ് ഫേസ് സീക്വൻസ് ഓർ ഫേസ് ഓർഡർ എന്ന് പറയും. അതായത് ഫേസ് സീക്വൻസ് അല്ലെങ്കിൽ ഫേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ
നമ്മൾ 3 ഫേസിലുള്ള ഒരു ആൾട്ടർനേറ്ററിൻ്റെ 3 ഫേസിലുള്ള വോൾട്ടേജ് അതിൻ്റെ മാക്സിമം പോസിറ്റീവ് പീക്ക് വാല്യൂവിലെത്തുന്ന ആ ഒരു ഓർഡറിനെ പറയുന്ന പേരാണ് ഫേസ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ നേരത്തെ 3 ഫേസ് നമ്മളവിടെ ഒരു ആൾട്ടർനേറ്ററിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമ്മൾ കാണിച്ചു. അപ്പോൾ ഓരോന്നും ആദ്യം ഒരു വാല്യൂ മാക്സിമം പോസിറ്റീവ് പീക്ക് വാല്യൂവിലെത്തിയ ശേഷം ആണ് പിന്നെ എന്ത് ചെയ്യുന്നത്, അടുത്ത വാല്യൂ മാക്സിമം പോസിറ്റീവ് പീക്ക് വാല്യൂവിലെത്തുന്നത്. അതിന് ശേഷം പിന്നീട് മൂന്നാമത്തെ ഫേസ് അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, മാക്സിമം പോസിറ്റീവ് പീക്ക് വാല്യൂവിലെത്തുന്നത്. അപ്പോൾ മാക്സിമം പോസിറ്റീവ് പീക്ക് വാല്യൂവിലെത്തുന്ന ഓർഡറിനെ പറയുന്ന പേരാണ് ഫേസ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഫേസ് സീക്വൻസ് ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ആൾട്ടർനേറ്റർ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യുക. കാരണം ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ ക്ലോക്ക് വൈസിൽ നമ്മളെന്ത് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലായിരിക്കും അതെന്ത് ചെയ്യുന്നുണ്ടാവുക, മാക്സിമത്തിലെത്തുന്നുണ്ടാവാം. അല്ലെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ വേറെ രീതിയിലായിരിക്കും എന്നുണ്ടാവാം, അത് ഓരോന്നും മാക്സിമത്തിലെത്തുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ ആദ്യം ആർമേച്ചർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ 3 ഫേസ് ഉണ്ടെന്ന് കരുതാം. RYB എന്നുള്ള 3 ഫേസ് ഉണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഇതിന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം R എന്ത് ചെയ്യും, മാക്സിമത്തിലെത്തും. അതിനുശേഷം പിന്നെ Y ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, മാക്സിമത്തിലെത്തുന്നുണ്ടാവാം. അതിൻ്റെ ശേഷം പിന്നെ B ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവാം, മാക്സിമത്തിലെത്തുന്നുണ്ടാവാം. അപ്പോൾ നമ്മുടെ സീക്വൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും RYB എന്നുള്ള ഒരു സീക്വൻസ് ആയിട്ട് പറയുന്നുണ്ടാവും. കാരണം R ആണ് ആദ്യം റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ R എന്ത് ചെയ്യും, ആദ്യം മാക്സിമം പോസിറ്റീവ് പീക്ക് വാല്യൂവിലെത്തും. അതിൻ്റെ ശേഷം പിന്നീട് 120 ഡിഗ്രി കഴിയുന്ന സമയത്ത് Y എന്നുള്ള ആൾ എന്ത് ചെയ്യും, മാക്സിമം പോസിറ്റീവ് പീക്ക് വാല്യൂവിലെത്തും. അതിന് ശേഷം B എന്നുള്ള ആൾ 120 ഡിഗ്രി കഴിയുന്ന സമയത്ത് B എന്നുള്ള ആൾ എന്ത് ചെയ്യും, പിന്നെ മാക്സിമം പോസിറ്റീവ് പീക്ക് വാല്യൂവിലെത്തും. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ സീക്വൻസ് ആയിട്ട് നമുക്ക് RYB എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ 3 ഫേസിൽ നമ്മൾ RYB എന്നാണ് സാധാരണ ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്. R എന്ന് പറഞ്ഞാൽ റെഡാണ്, Y എന്ന് പറഞ്ഞാൽ യെല്ലോ ആണ്, B എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്. അപ്പോൾ ഇവിടെ 3 ഫേസിൽ നമ്മൾ ഓരോ പേര് കൊടുത്ത് R എന്നും Y എന്നും B എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇൻ കേസ് നമ്മൾ ഡയറക്ഷൻ ഓഫ് ഫേസ് സീക്വൻസ് നമ്മൾ ഡയറക്ഷൻ ഓഫ് ആർമേച്ചർ റൊട്ടേഷൻ നമ്മളെന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ പറഞ്ഞത്. ആ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ളത് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാക്കി കഴിഞ്ഞാൽ ആദ്യം R ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവാം. അതിൻ്റെ ശേഷം R റൊട്ടേറ്റ് ചെയ്ത് മാക്സിമത്തിലെത്തി. അതിൻ്റെ ശേഷം B എന്നുള്ള ആൾ മാക്സിമത്തിലെത്തും. അപ്പോൾ ആദ്യം R ആയി, പിന്നെ B ആയിരിക്കും മാക്സിമത്തിലെത്തുന്നുണ്ടാവാം. അതിൻ്റെ ശേഷം പിന്നീട് Y ആയിരിക്കും മാക്സിമത്തിലെത്തുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളെ ഫേസ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ RBY ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ അനുസരിച്ച് നമ്മളെ ഫേസ് സീക്വൻസിൽ എന്തുണ്ടാകും, മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആകുമ്പോൾ RYB ആയിരുന്നു നമ്മളെ ഫേസ് സീക്വൻസ് എന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാകുന്ന സമയത്ത് നമ്മളെ ഫേസ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ RBY ആയിരിക്കും. ഇപ്പോൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ RBYയും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ RYBയും ആയിരിക്കും നമ്മളെ ഫേസ് സീക്വൻസ് വരുന്നുണ്ടാവാം. ഈ ഒരു ഫിഗർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഈ ഒരു ഫിഗറിൽ ഇവിടെ ആദ്യം R എന്നുള്ള ആൾ അതിൻ്റെ പോസിറ്റീവ് പീക്ക് വാല്യൂവിലെത്തി. അതിൻ്റെ ശേഷം പിന്നീടാണ് Y എന്നുള്ള ആൾ അതിൻ്റെ മാക്സിമം പോസിറ്റീവ് പീക്ക് വാല്യൂവിലെത്തുന്നത്. പിന്നീട് B എന്നുള്ള ആൾ എന്ത് ചെയ്തു, അതിൻ്റെ മാക്സിമം പോസിറ്റീവ് പീക്ക് വാല്യൂവിലെത്തി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഫേസ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ RYB ആയിരിക്കും. റെഡ്, യെല്ലോ, ബ്ലൂ എന്നതാണ് അതിൻ്റെ ഫേസ് സീക്വൻസ് വരിക. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ മാക്സിമം പോസിറ്റീവ് പീക്ക് വാല്യൂ എടുത്ത ഓർഡർ, ആ ഓർഡറാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇതിൻ്റെ ഫേസ് സീക്വൻസ് അല്ലെങ്കിൽ ഫേസ് ഓർഡറായിട്ട് നമ്മളിവിടെ പറയുന്നത്. ഇനി നമ്മൾ പറയാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് 3 ഫേസ് സിസ്റ്റമാണ്. നമ്മളൊരു സിംഗിൾ ഫേസ് സിസ്റ്റത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഒരു 3 ഫേസ് സിസ്റ്റത്തിനുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദ ഔട്ട്പുട്ട് ഓഫ് 3 ഫേസ് മെഷീൻ ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ സിംഗിൾ ഫേസ് മെഷീൻ ഓഫ് സെയിം സൈസ്. ദ ഔട്ട്പുട്ട് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 1.5 ടൈംസ് ദാൻ സിംഗിൾ ഫേസ് മെഷീൻസ്. അതായത് നമ്മളൊരു 3 ഫേസ് മെഷീൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസ് മെഷീനേക്കാൾ സെയിം സൈസിലുള്ള സിംഗിൾ ഫേസ് മെഷീനേക്കാളും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് പറയുകയാണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 1.5 ടൈംസ് ദാൻ സിംഗിൾ ഫേസ് മെഷീൻ. നമ്മൾ ഒരു സിംഗിൾ ഫേസ് മെഷീനേക്കാളും 1.5 ടൈംസ് എന്തായിരിക്കും ഔട്ട്പുട്ട് കൂടുതലായിരിക്കും ഒരു 3 ഫേസ് മെഷീൻ ഉണ്ടാവാം. രണ്ടാമത്തെ പോയിന്റ്, സിംഗിൾ ഫേസ് മെഷീൻസ് ആർ നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ് മെഷീൻസ്. ഓൺ ദ അതർ ഹാൻഡ് 3 ഫേസ് മെഷീൻസ് ആർ സെൽഫ് സ്റ്റാർട്ടിംഗ് ഡ്യൂ ടു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്.
ഇപ്പോൾ നമ്മൾ സിംഗിൾ ഫേസ് മെഷീൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊന്നും ഒരിക്കലും എന്തല്ല സെൽഫ് സ്റ്റാർട്ടിങ് അല്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി പല മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത് സ്റ്റാർട്ടാക്കുന്നത്. എന്നാൽ 3 ഫേസ് മെഷീനിൽ എന്തുണ്ട്, ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ട് തന്നെ ആ 3 ഫേസ് മെഷീൻസ് മിക്കതും തന്നെയാണ് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ സിംഗിൾ ഫേസ് മെഷീൻസ് സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല, എന്നാൽ 3 ഫേസ് മെഷീൻസ് എന്താണ്, സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത് പവർ ഫാക്ടർ ഓഫ് സിംഗിൾ ഫേസ് മെഷീൻസ് ഈസ് പുവർ കമ്പയർഡ് ടു 3 ഫേസ് മെഷീൻ. സിംഗിൾ ഫേസ് മെഷീൻ്റെ പവർ ഫാക്ടർ 3 ഫേസ് മെഷീനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, വളരെ പുവറാണ്. പിന്നെ സിംഗിൾ ഫേസ് സിസ്റ്റം ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം 3 ഫേസ് സപ്ലൈ സിസ്റ്റം, വൈസ് വേഴ്സ ഈസ് നോട്ട് പോസിബിൾ. നമുക്ക് വേണമെങ്കിൽ സിംഗിൾ ഫേസ് സിസ്റ്റം ഉണ്ടാക്കാം, 3 ഫേസ് സിസ്റ്റത്തിൽ നിന്ന് ഉണ്ടാക്കാം. പക്ഷേ സിംഗിൾ ഫേസ് സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 3 ഫേസ് സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇതിന് അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയുന്നത്. പിന്നെ മൂന്നാമത്താണ് 3 ഫേസ് സിസ്റ്റം ഗീവ് സ്റ്റഡി ഔട്ട്പുട്ട്. നമ്മൾ 3 ഫേസ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു സ്റ്റഡി ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട് കമ്പയറിംഗ് ടു സിംഗിൾ ഫേസ് സിസ്റ്റം. പിന്നെ അടുത്ത പോയിൻ്റാണ് 3 ഫേസ് മോട്ടോഴ്സ് വിൽ ഹാവ് യൂണിഫോം ടോർക്ക് വേറെ സിംഗിൾ ഫേസ് മോട്ടോർ ഹാവ് പൾസേറ്റിംഗ് ടോർക്ക്. 3 ഫേസ് മോട്ടറുകൾക്ക് എന്തുണ്ട്, യൂണിഫോം ടോർക്കാണുള്ളത്, അല്ല സിംഗിൾ ഫേസ് മോട്ടറുകൾക്ക് പൾസേറ്റിംഗ് ടോർക്കാണുള്ളത്. അപ്പോൾ ഇവിടെ യൂണിഫോം ടോർക്ക് എന്ന് പറയാനുള്ള കാരണം നമ്മൾ സിംഗിൾ ഫേസ് AC ആകുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് 3 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ 0 എന്നുള്ളൊരു വാല്യൂ വരുന്നുണ്ട്. ഇപ്പോൾ സിംഗിൾ ഫേസ് AC നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഫേസ് മോട്ടറിൽ നമ്മൾ അവിടെ പൾസേറ്റിംഗ് ടോർക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവാം. എന്നാൽ 3 ഫേസ് സിസ്റ്റത്തിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവിടെ കംപ്ലീറ്റ്ലി ഒരിക്കലും അവിടെ 0 ആയിട്ട് പോകുന്നില്ല. ഒരു ഫേസ് 0 ആകുമ്പോൾ മറ്റു 2 ഫേസുകളും ചിലപ്പോൾ അതിൻ്റെ വേറെ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ 3ഉം കംപ്ലീറ്റ്ലി 0 അല്ലാത്തതുകൊണ്ട് തന്നെ 3ഉം അറ്റ് എ ടൈമിൽ 0 ആവാത്തതുകൊണ്ട് ഒരിക്കലും കറണ്ട് 0 ആയിട്ട് മാറുന്നില്ല. അപ്പോൾ ആ കറണ്ട് 0 ആയിട്ട് മാറാത്തതുകൊണ്ട് തന്നെ യൂണിഫോം ടോർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പാരലൽ ഓപ്പറേഷൻ ഓഫ് 3 ഫേസ് ജനറേറ്റേഴ്സ് വിൽ ബി സിമ്പിൾ കമ്പയർഡ് ടു സിംഗിൾ ഫേസ് ജനറേറ്റേഴ്സ്. നമ്മളെ സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നിലധികം ജനറേറ്റേഴ്സ് നമ്മൾ പാരലൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ പാരലൽ ഓപ്പറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പാരിറ്റീവ് സിംഗിൾ ഫേസ് ജനറേറ്റർ പാരലൽ ഓപ്പറേഷൻ ചെയ്യുന്നതിനേക്കാളും വളരെ സിമ്പിളാണ് 3 ഫേസ് ജനറേറ്റേഴ്സ് പാരലൽ ഓപ്പറേഷൻ ചെയ്യുന്നത്. ലാസ്റ്റ് പോയിന്റ്, എഫിഷ്യൻസി ഓഫ് 3 ഫേസ് മോട്ടർ ഈസ് ഗ്രേറ്റർ ദാൻ സിംഗിൾ ഫേസ് മോട്ടർ. നമ്മൾ 3 ഫേസ് മോട്ടറിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസ് മോട്ടറിനേക്കാളും എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് ഒരു 3 ഫേസ് സിസ്റ്റത്തിന് സിംഗിൾ ഫേസ് സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉള്ളത്. ഓക്കെ.